യെശയ്യാവ് താഴ്വരകളെ ഉയർത്തുകയും പർവ്വതങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പ്രസ്താവിച്ചു. പർവ്വതങ്ങളെ താഴ്ത്തുന്നതെന്നത് പലപ്പോഴും ഭരണാധികാരികൾ വിനീതമായി ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴടങ്ങുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇവയും മറ്റു തിരുവെഴുത്തുകളും ഒരു ഭൗതിക നിർവൃത്തിയെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു ഭൂമിയുടെ ഭൂപ്രകൃതിയെ മാറ്റും. അതുവഴി കൂടുതൽ ആവാസ വ്യവസ്ഥകളും മെച്ചപ്പെട്ട കാലാവസ്ഥ രീതികളും സാധ്യമാകും. വളരെ കഠിനമായ കാലാവസ്ഥയും വിജനമായ സാഹചര്യങ്ങളുമുള്ള നിരവധി പർവ്വത നിരകൾ താഴ്ത്തി പുനർനിർമ്മിക്കുമെന്നും തോന്നുന്നു. ആളുകൾ അവയിൽ താമസിക്കാനും കൃഷി ചെയ്യാനും സാധിക്കും. മനുഷ്യന് ആസ്വദിക്കാൻ മനോഹരമായ പർവ്വതങ്ങളും താഴ്വരകളും നിലനിൽക്കുമെന്ന് പ്രവചനങ്ങൾ കാണിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ പ്രയോജനത്തിനായി അവയുടെ ഉപയോഗവും സൗന്ദര്യവും പരമാവധിയാക്കുന്നതിനായി അവ പുനഃക്രമീകരിക്കപ്പെടുകയും അതിലൂടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തിൽ സംഭാവന ചെയ്യും. പർവ്വത നിരകൾ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിഗണിക്കുക. വലിയ പർവ്വത നിരകൾ മഴയ്ക്ക് അനിവാര്യമായ ഈർപ്പം വഹിക്കുന്ന കാറ്റുകളെ പലപ്പോഴും തടഞ്ഞു വയ്ക്കും. കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ഒരു പർവ്വതനിരയുടെ വശം പലപ്പോഴും സമൃദ്ധമായി മഴ പെയ്യുകയും പച്ചപ്പും സമൃദ്ധിയും കാണപ്പെടുമ്പോൾ മറുവശം വരണ്ടതായിരിക്കും. ഇതിനെ മഴ നിഴൽ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഹിമാലയത്തിലെ പർവ്വതങ്ങൾ മഴ നിഴൽ സൃഷ്ടിച്ച് ഗോബി മരുഭൂമിയിലെ വരണ്ട അവസ്ഥകൾക്ക് കാരണമാകുന്നു. പർവ്വത നിരകളുടെ ഉയരം കുറയ്ക്കുന്നതിലൂടെ മഴയുമായി ബന്ധപ്പെട്ട ഈർപ്പമുള്ള കാറ്റുകൾ ഭൂമിയെ ചുറ്റി സ്വതന്ത്രമായി സഞ്ചരിച്ച് മരുഭൂമികൾക്ക് ജീവൻ നൽകാൻ കഴിയുന്നതിന് ഇതൊന്ന് കാരണമാകാമോ? ഇന്നും മനുഷ്യർ താമസിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലും പലരും അവരുടെ ആഹാരത്തിനായി സ്ഥിരമായി മഴയിലും സൂര്യപ്രകാശത്തിലും ആശ്രയിച്ചിരിക്കുന്നു. വരൾച്ച മുതൽ കനത്ത കൊടുങ്കാറ്റുകൾ വരെ വരുന്ന കാലാവസ്ഥ അതിരൂക്ഷതകൾ അവരെ എളുപ്പത്തിൽ ബാധിക്കാം. വിളകൾ നശിക്കുകയും ക്ഷാമത്തിലേക്കും നയിക്കുകയും ചെയ്യും. ദൈവം യുക്തമായ കാലത്ത് യോജ്യമായ അളവിൽ മഴ നൽകും. അതിലൂടെ കൃഷി ഉജ്ജ്വലമായി വളരും.